ഈ തമിഴ്നാട്ടിലൊക്കെ നമുക്ക് സ്പെഷ്യലായിട്ട് കിട്ടുന്ന ഒരു ഐറ്റമാണ് കേട്ടോ, മിൽക്കിൻ്റെ കോവാണ്. അപ്പോൾ അത് അനിയത്തി തമിഴ്നാട്ടിൽ പോയപ്പോൾ കൊണ്ടുവന്നതിന്, അപ്പോൾ അത് വെച്ചിട്ട് ഒരു റെസിപ്പി ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ച്. അതേ കുറച്ചേ ഉള്ളൂ, ബാക്കിയൊക്കെ കഴിച്ച് തീർന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മൈദ എടുത്തിട്ടുണ്ട്. ആ മൈദയിലേക്ക് ഒരു മുട്ടയും പിന്നെ ആവശ്യത്തിന് ഉപ്പും പിന്നെ 2 ടീസ്പൂൺ പഞ്ചസാര പൊടിച്ചത് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പാൽ ഒഴിച്ചിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. പിന്നെ കുഴച്ച് നന്നായിട്ട് മിക്സായി വന്നാൽ അതിലേക്ക് ഒരു 2-3 ടീസ്പൂൺ ഓയിലും കൂടെ ഒഴിച്ച് ഒരു അരമണിക്കൂർ മാറ്റി വെക്കുക. എന്നിട്ട് നമ്മളിങ്ങനെ പരത്തിയെടുക്കുക, ചപ്പാത്തിക്കൊക്കെ പരത്തുന്ന പോലെ തന്നെ. പിന്നെ കുഴച്ച മാവ് 2 ബോൾസാക്കി കേട്ടോ മാറ്റിയത്. എന്നിട്ട് രണ്ടെണ്ണം ഇതേപോലെ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ പരത്തിയിട്ട് നമ്മൾ എണ്ണ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഓരോ മടക്കായിട്ട് ഇങ്ങനെ മടക്കി കൊടുക്കുക. നമ്മൾ മടക്കി പത്തിരിയൊക്കെ മടക്കുന്നില്ല, അതേപോലെ തന്നെ ഇങ്ങനെ മടക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ കുറച്ച് നല്ലോണം പൊടി തട്ടിയിട്ട് നന്നായിട്ട് ഒന്നുകൂടെ പരത്തിയെടുക്കുക. നല്ല ചപ്പാത്തി പോലെ തന്നെ നല്ലോണം നൈസായിട്ട് പരത്തിയെടുക്കുക. എന്നിട്ടും ഇതേപോലെ തന്നെ എണ്ണ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്യുക. ഇതേപോലെ മടക്കിയെടുക്കുക. കഴിയുന്നതും കുറച്ചധികം നമ്മൾ ഇതേപോലെ ഇങ്ങനെ മടക്കിയെടുത്താൽ ലെയർ ഇങ്ങനെ കൂടുതലായിട്ട് കിട്ടും കേട്ടോ. അപ്പം അതേപോലെ തന്നെ ഇങ്ങനെ ചെയ്തെടുക്കുക. ഇനി ഇതിൻ്റെ ഉള്ളിലുള്ള ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് 1 കപ്പ് പാലെടുത്തിട്ടുണ്ട്. ആ പാലിലേക്ക് നമ്മൾ ഈ ഫ്രിഡ്ജിൽ വെച്ചതാട്ടോ, അത് നല്ലോണം കട്ടായി കിടക്കുന്നുണ്ട്. ഈ മിൽക്കോവ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്നിങ്ങനെ വറ്റിച്ചെടുക്കുക. പിന്നെ കുറച്ച് മറ്റേ ഗുനാഫൻ്റെ സേമിയയില്ലേ, അത് എടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതുകൂടെ ഇതിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കുക. എന്നിട്ട് നമ്മളിതാ ഇതേപോലെ ഒരു പത്തിരീൻ്റെ മേലെ ഇങ്ങനെ വെച്ചിട്ട് നന്നായിട്ട് എല്ലാ ഭാഗത്തുമായിട്ട് ഇങ്ങനെ പരത്തി കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മേലായിട്ട് നമ്മളിതങ്ങനെ ആൽമണ്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ കട്ട് ഞാൻ മീഷോന്ന് വാങ്ങിച്ചാട്ടോ, നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ. നല്ല എളുപ്പത്തിൽ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പം എന്നിട്ട് ഇതിൻ്റെ മേലായിട്ട് ഈ അടുത്ത പത്തിരി കൂടെ വെച്ച് കൊടുത്തിട്ട് നല്ലോണം ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഓവനിലാട്ടോ വെച്ച് ചെയ്യുന്നത്. ഓവനിൽ ട്രയൽ വെച്ചിട്ട് നന്നായിട്ടൊന്നിങ്ങനെ പരത്തി കൊടുക്കുക. എന്നിട്ട് മേലെ കുറച്ച് നെയ്യ് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് ആൽമണ്ടും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ ചെറുതായിട്ടൊന്നിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഓവനിൽ 200 ഡിഗ്രിയിൽ വെച്ചിട്ട് ഒരു 20 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നന്നായിട്ട് നമ്മൾ പപ്സൊക്കെ ചെയ്യില്ല, അതേപോലെ തന്നെ ആയിട്ട് വരും കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ മേലായിട്ട് കുറച്ച് ഷുഗർ സിറപ്പ്, കുറച്ച് കട്ടിയിൽ ഷുഗർ സിറപ്പ് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഇത് അടിപൊളിയായിട്ടുള്ള സ്വീറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ബക്ലാവ പോലെയൊക്കെ ഉണ്ട്, പക്ഷേ ബക്ലാവ ഒന്നും ആയിട്ടില്ല, എന്നാലും നല്ല ടേസ്റ്റാണ്. അപ്പം ഇതുപോലെയൊക്കെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക.